കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിദ്യാലയ പരിസരങ്ങളിലെ ലഹരി വ്യാപനം തടയണം. വിദ്യാലയങ്ങൾ ലക്ഷ്യമിട്ട് വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി എത്തിക്കുന്ന സംഘങ്ങളെ തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലസംഘം പത്തനാപുരം ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പത്തനാപുരം നോർത്ത് ലോക്കൽ മേഖലയിലെ മാങ്കോട് അല്ലബി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GN രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ശിവഗംഗ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ശിവഗംഗ, ബിനിൽ, അനുശ്രീ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കല്യാണി രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ആർച്ച സംഘടനാ റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് കൺവീനർ കർവൂർ L വർഗീസ് ഭാവി പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. S ഷാജി, M ഷാജി, എബി അൻസാർ, രാഹുൽ പിള്ള, മഞ്ജു പ്രിൻസ്, കലജ, ജേക്കബ് ജോൺ, ഹരീഷ്, നൈസാം, ശശിധരൻ പിള്ള, ജില്ലാ അക്കാദമിക കൺവീനർ തൊടിയൂർ രാധാകൃഷ്ണൻ, അനസ് എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി കൺവീനർ നെജു സ്വാഗതവും ഏരിയ കൺവീനർ ലതാ പ്രകാശ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി സുറുമി പ്രസിഡന്റായും അഫ്ന അഭിരാജ് വൈസ് പ്രസിഡന്റുമാർ ആയും, ശിവഗംഗ സെക്രട്ടറിയായും, നിവേദ്യ, ശാലിൻ ജോയിന്റ് സെക്രട്ടറിമാരായും, ലതാ പ്രകാശ് കൺവീനറായും, നൈസാം, ഹരീഷ് ജോയിന്റ് കൺവീനർമാരായും, ജേക്കബ് ജോൺ അക്കാദമിക് കമ്മിറ്റി കൺവീനറായും, കലജ, മഞ്ജു പ്രിൻസ് ജോയിന്റ് കൺവീനർമാരായും, സ്വരാജ് നവമാധ്യമ കൺവീനറായും എന്നിവർ ഭാരവാഹികളായി 41 അംഗ ഏരിയ കമ്മിറ്റിയും ജില്ലാ സമ്മേളനത്തിലേക്ക് 11 പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. വാർത്തയിലേക്ക്. ആ ബാലസംഘത്തിൻ്റെ ഏരിയ സമ്മേളനമാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ ജാതി മത വർഗ വിവേചനമില്ലാതെ എല്ലാ കൂട്ടുകാരെയും ഒന്നിച്ചു കൊണ്ടുപോയി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടനയായി ബാലസംഘം ഇന്ന് മാറിയിരിക്കുകയാണ്. നമുക്ക് എൻ്റെ കർത്തവ്യം പതാക ഉയർത്തുക എന്നാണ്. പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പഠിത്തുയർത്തും ഭാരത മണ്ണിൽ, പഠിത്തുയർത്തും ഭാരത മണ്ണിൽ, സമത്വ സുന്ദര നവലോകം, സമത്വ സുന്ദര നവലോകം, പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പഠിത്തുയർത്തും ഭാരത മണ്ണിൽ, പഠിത്തുയർത്തും ഭാരത മണ്ണിൽ, സമത്വ സുന്ദര നവലോകം. സഖാവ് പുഷ്പൻ 1994 നവംബർ 25 കേരളത്തിലെ വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരെ പോരാടി ജീവിക്കുന്ന രക്തസാക്ഷിയായി 30 വർഷം പോരാടി വീരമൃത്യു വരിച്ച സഖാവ് പുഷ്പൻ ഇന്നലെ നമ്മെ വേർവിട്ട് പോയിരിക്കുന്നു, മൺമറഞ്ഞിരിക്കുന്നു. ആ സഖാവിന്റെ വേർപാട് പോരാട്ടപാതയിൽ നിലകൊള്ളുന്ന ഏവർക്കും തീരാ നഷ്ടം മാത്രമാണ്. ആ അദ്ദേഹത്തിന്റെ തീരാനഷ്ടത്തിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. സീതാറാം യെച്ചൂരി വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ പടപൊരുതി ഇതിഹാസമായി മാറിയ സാമൂഹ്യ വർഗീയ ശക്തികൾക്കെതിരെ സന്ധിയില്ലാത്ത പ്രക്ഷോഭം നടത്തിയ CPIM ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി അടുത്ത കാലയളവിൽ അദ്ദേഹവും നമ്മെ വിട്ട് വേർപിരിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ ബാലസംഘത്തിന് എല്ലാവിധ പിന്തുണയും നൽകി വന്നിരുന്ന CPIM സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹവും ഈ സമ്മേളന കാലയളവിൽ നമ്മെ വേർപിട്ടുപോയി. അദ്ദേഹത്തിനും ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സഖാവ് M വീരപ്പിള്ള ബാലസംഘത്തിന്റെ മുൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ചിരുന്ന CPIM ഏരിയ സെക്രട്ടറി കൂടിയായിരുന്ന സഖാവ് വീരപ്പിള്ള ഈ സമ്മേളന കാലയളവിൽ അദ്ദേഹവും നമ്മെ വേർപെട്ടു പോയി. ഇവർക്ക് ആദ്യം തന്നെ നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. ബാലസംഘത്തിൻ്റെ ഏരിയ സമ്മേളനം, വില്ലേജ് സമ്മേളനം, യൂണിറ്റ് വില്ലേജ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം ഏറ്റെടുത്ത സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബാലസംഘം സമ്മേളനം ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ സംഘടനയായ ബാലസംഘം ഒരുപാട് നന്മയും സംസ്കാരവും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ്.
ഈ പൊതുജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള മുഴുവൻ വരുന്ന ഏകദേശം 90% വരുന്ന നേതാക്കളും ബാലസംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ചിട്ടപ്പെടുത്തി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏകദേശം ബാലസംഘത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കും. മറ്റുള്ള ബാലസംഘത്തിൻ്റെ വിശദമായ സമ്മേളനത്തെക്കുറിച്ച് വിശദമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നവരും വേദിയിലുള്ളവരും ഒക്കെ തന്നെ സൂചിപ്പിക്കും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ബാലസംഘത്തിൻ്റെ പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശിവഗംഗയെ ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബാലസംഘത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സർ ജി എൻ രാമകൃഷ്ണനാണ്. ആ സഖാവിനെ ഈ സമ്മേളനത്തിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബാലസംഘം എന്ന സംഘടനയുടെ 7ാമത് കേരള സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി കേരളത്തിലെ 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിക്കണം. അതിനു മുൻപായി കേരളത്തിൽ 211ഓളം വരുന്ന ഏരിയ കേന്ദ്രങ്ങളിൽ ബാലസംഘം സംഘടന സമ്മേളിക്കും. നമുക്കറിയാം, ഈ ഏരിയ സമ്മേളനം സമ്മേളിക്കുന്നതിന് മുൻപായി നമ്മളുടെ പ്രദേശത്തെ മുഴുവൻ വില്ലേജ് സമ്മേളനങ്ങളും പരമാവധി യൂണിറ്റ് സമ്മേളനങ്ങളും നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നത്. അങ്ങനെ കേരളത്തിൽ വിവിധങ്ങളാർന്ന പ്രദേശത്ത് ബാലസംഘം കൂട്ടുകാർ സമ്മേളനങ്ങൾ നടത്തുകയാണ്. ബാലസംഘം വേദികളിൽ സംഘടന തീരുമാനിച്ചത് പ്രസംഗിച്ചിട്ട് ഉദ്ഘാടനം നടത്തി വരണമെന്നല്ല, മറിച്ച് കൂട്ടുകാരോട് സംവദിക്കാൻ തീരുമാനിക്കും. അപ്പൊ അതിനാദ്യം വേണ്ടത് എന്റെ മുന്നിലിരിക്കുന്ന അനിയത്തിമാരും അനിയന്മാരും. കൂട്ടുകാരെ കേൾക്കണ്ട, ഞങ്ങള് മറുപടിയായിട്ട് എന്തോന്ന് വിളിച്ചാൽ സന്തോഷായി. കൂട്ടുകാരെ ഒന്നുകൂടി ഓർക്കെ, കൂട്ടുകാരെ. സാധാരണ യൂണിറ്റ് സമ്മേളനത്തിലും വില്ലേജ് സമ്മേളനത്തിലും പോയിട്ടാണ് ഞങ്ങൾ ഈ അളവ് ഉപയോഗിക്കാറ്. പക്ഷേ ഏരിയ സമ്മേളനത്തിലും ഇപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സംസാരിക്കും. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് മുദ്രാവാക്യം വിളിച്ച് പതാക ഉയർത്തിയ സമ്മേളനം ബാലസംഘം. ആ ബാലസംഘം എന്നാണ് രൂപീകരിച്ചത് എന്ന് നമുക്കറിയോ? അറിയുന്നത് ആരാണ്? എൻ്റെ മുന്നില് വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്കറിയാം, അല്ലെങ്കിൽ മറ്റേ ഭാരവാഹികൾക്കറിയാം, മുന്നിലിരിക്കുന്ന ആൾക്കൊക്കെ അറിയാം ബാലസംഘം രൂപീകരിച്ചതെന്നാ. അറിയോ? ഉറക്കം പറഞ്ഞോ ഇരുന്നോടത്തുനിന്ന്? 1938 ഡിസംബർ മാസം 28-നാണ് ബാലസംഘം രൂപീകരിച്ചത് അല്ലേ? അവിടെ നിന്നാണോ ബാലസംഘത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്? അല്ല, പിന്നെ എവിടെ നിന്നാണ്? ബാലസംഘം എന്ന സംഘടന 938-ൽ ബാലസംഘം എന്ന സംഘടന രൂപം കൊള്ളുന്ന ആ തലത്തിലേക്ക് ബാലസംഘം മാറുന്നതിന് കാരണം എങ്ങനെയാണ്? നമുക്കറിയാം, 947-ന് മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്നത് ആരാ? നെഹ്റു ആണോ? അല്ല, മറിച്ചോ ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷിനെതിരായി വലിയ സമരങ്ങൾ ഈ നാട്ടിൽ വലിയ രീതിയിൽ പുറപ്പെടുന്നു. അതിൽ കർഷക പ്രസ്ഥാനങ്ങൾ സമരം നടത്തുന്നു, ദേശീയ പ്രസ്ഥാനങ്ങൾ സമരം നടത്തുന്നു. അങ്ങനെ സമരങ്ങൾ വലിയ രീതിയിൽ നടക്കുമ്പോൾ തൊട്ട് സമീപ രാജ്യങ്ങളിൽ കുട്ടികൾക്കായി സംഘടന രൂപം കൊള്ളുന്നു. ആ സംഘടനയുടെ പേര് യങ് പൈനീർ എന്ന പേരിൽ സംഘടനകൾ രൂപം കൊള്ളുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്ത് വലിയ സമരങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നും ആരാധ്യരായ നേതാക്കൾ, കൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടാ നിങ്ങള്? കൃഷ്ണപിള്ള, EMS കേട്ടിട്ടാ? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? എന്താ? EMS ആണ് അല്ലേ? അങ്ങനെ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം EMS ചുമതലയെടുക്കുന്നു. 930-കളിൽ കുട്ടികൾക്കായി സംഘടന രൂപം കൊള്ളണമെന്ന തീരുമാനത്തിലൂടെ കേരളത്തിൽ അവർ സംഘടന രൂപീകരിക്കുന്നു. എന്താണ് ആ സംഘടനയുടെ പേര്? ബാലഭാരത സംഘം എന്ന പേരിൽ 930-കളിൽ സംഘടന രൂപീകരിക്കുന്നു. പിന്നീട് ബാലസേന
രൂപത്തിലേക്ക് ആ സംഘടന മാറുന്നു. നമുക്കറിയാം 970 കഴിയുമ്പോഴാണ് ദേശാഭിമാനി ബാലസംഘം എന്ന രീതിയിലേക്ക് മാറുന്നത്. അതിനിടയിലാണ് 938 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ചിറക്കൽ താലൂക്കിൽ വെച്ച് ബാലസംഘം, നമുക്കറിയാം ആദ്യത്തെ ഈ സംഘടനയുടെ പ്രസിഡന്റായി ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നായനാർ ഈ സംഘടനയുടെ പ്രഥമ അധ്യക്ഷനാകുന്നത്. ആദ്യത്തെ സെക്രട്ടറി ആരറിയോ? 938 ചേർന്ന സമ്മേളനത്തിൽ ആദ്യത്തെ സെക്രട്ടറിയുടെ പേരെന്താ അറിയോ? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ആദ്യത്തെ ഈ സംഘടനയുടെ സെക്രട്ടറിയായി മാറുന്നു. അങ്ങനെ 30കളിൽ ആരംഭിച്ച ഈ സംഘടനയുടെ സംഘടിത സ്വഭാവം 38ലേക്ക് വരുമ്പോൾ നായനാരും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും കൈമാറി 70ലേക്ക് കടക്കുമ്പോൾ ദേശാഭിമാനി ബാലസംഘം എന്ന് 70കൾക്ക് ശേഷം അറിയപ്പെടുന്നു. 80കളിൽ പിന്നെയും സംഘടനയുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരുന്നു. പിന്നീടാണ് കുട്ടികളുടെ നേതൃത്വത്തിലേക്ക് ഈ സംഘടന മാറുന്നത്. അതുവരെ എങ്ങനെയാണ്? നമുക്കറിയാം രക്ഷാധികാരി കമ്മിറ്റിയായി മുതിർന്നവർ ഇന്നും നമ്മളോടൊപ്പം ഉണ്ടല്ല. മുതിർന്നവർ കുട്ടികൾ എന്ന 2 രീതിയിലേക്ക് സംഘടനയെ വിഭജിക്കേണ്ടതില്ല. എന്നാൽ കൃത്യമായ രീതിയിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ നമ്മളോടൊപ്പമുള്ള കൂട്ടുകാർ, അപ്പോ ആ രീതിയിൽ നിന്നും അവരുടെ നേതൃത്വത്തിൽ നിന്നും പൂർണ്ണമായി കുട്ടികളിലേക്ക് ഈ സംഘടന മാറണം. അങ്ങനെയാണ് കുട്ടികളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വരുന്നത്. നമുക്കറിയാം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശിവഗംഗയും അതുപോലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി കല്യാണിയുമാണ് നമ്മുടെ പ്രദേശത്ത്. അങ്ങനെ കുട്ടികളുടെ നേതൃത്വത്തിലേക്ക് ഈ സംഘടന മാറുന്നത്. ഒരു ഏരിയ കമ്മിറ്റി യോഗം ചേരുമ്പോൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സെക്രട്ടറി ആയിരിക്കും. ആ യോഗത്തിന്റെ അധ്യക്ഷ പ്രസിഡന്റ് ആയിരിക്കും. അങ്ങനെ കൃത്യമായി സംഘടന കുട്ടികളുടെ രൂപത്തിലേക്ക് മാറുന്നത് അക്കാലത്താണ്. കൂട്ടുകാരെ ഇടയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. കുറച്ചു നേരം കൂടി സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് എന്ത് വേണം? കുറച്ചു നേരം കൂടി ശ്രദ്ധിക്കണം. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.